ഹലോ ഗായ്സ്, അപ്പൊ എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഈ പെട്ടൊക്കെ പിടിച്ച് ഇവിടെ ഇരിക്കുന്ന കാണുമ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ ഇന്ന് മെറ്റേണിറ്റി ബാക്ക് പാക്കിംഗ് വീഡിയോ ആണ് ചെയ്യുന്നത്. ഇത് നമ്മൾ കുറച്ച് മുന്നേ ഷൂട്ട് ചെയ്ത് വെക്കണ്, നമ്മൾ ഡെലിവറിക്ക് ശേഷം എനിക്ക് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇപ്പം ഏകദേശം നമുക്ക് ഇനി കുറച്ച് 2-3 ആഴ്ചയും കൂടിയേ ഉള്ളൂ. അപ്പം നമ്മൾ അതുകൊണ്ട് നമ്മൾ ഫുള്ള് പാക്ക് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഓൾറെഡി. അപ്പം നമ്മൾ ഇതില് നിങ്ങൾക്ക് പലർക്കും അറിയണ്ടായിരിക്കുന്നു വിചാരിക്കുന്നു, ഞങ്ങൾ UAE-ലാണ്. അപ്പോൾ ഇവിടുത്തെ റൂള് പ്രകാരമുള്ള സാധനങ്ങളും ഉണ്ട്, അല്ലാണ്ട് നമുക്ക് എക്സ്ട്രാ നമുക്ക് സേഫ്റ്റിക്ക് വേണ്ടി നമ്മൾ വെക്കുന്ന കുറച്ച് സാധനങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇത് മെറ്റേണിറ്റി ബാഗ് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ബാഗ് എന്ന് പറയുന്നത്. അത് സൂട്ട് കേസാണ്. കാരണം ബാഗ് ഏറ്റിപ്പിടിച്ച് പണിയിട്ട് നല്ലത് ഒരൊറ്റ പെട്ടിയാകുമ്പോൾ എല്ലാതും അതിലങ്ങോട്ട് കൊണ്ടുവല്ലോ വിചാരിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിട്ട് ഈ കുറച്ച് സ്പേസ് ബാക്കി ഉണ്ടെങ്കിൽ അതും ഇരുന്നോട്ട് കുഴപ്പമില്ലല്ലോ. അത്ര വലിയ പെട്ടിയൊന്നുമല്ല, നമ്മളൊരു മീഡിയം സൈസ് പെട്ടി. അപ്പൊ നമ്മള് വാഹനം വരവേൽക്കാൻ പോകുമ്പോ നമ്മളെല്ലാം സെറ്റ് ആയിട്ട് പോകണ്ടേ? യെസ്, ഒന്നിനും കുറവുണ്ടാവണം. ലാസ്റ്റ് ബേബിയാണ് ഞങ്ങളുടെ. അപ്പോൾ വീട്ടുകാർക്ക് നല്ല വിഷമം വരാൻ പറ്റാത്തതില് ഞങ്ങൾക്കും ഉണ്ട്. പക്ഷെ നമ്മളെ പ്രവർത്തനമാവുന്നു അങ്ങനെ എന്തൊരു ഡയലോഗ് ഉണ്ടല്ലോ അത്. അപ്പൊ നമുക്ക് പെട്ടി തുറക്കാം. ഒരാളെ ഹെൽപ്പ് വേണം, എന്നാലേ ഇത് തുറക്കാൻ പറ്റുള്ളൂ. കണ്ടു പേടിക്കരുത്. ഇതിൽ ഫുള്ളൊന്നും എല്ലാതൊന്നും ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞ സാധനങ്ങളല്ല. അപ്പൊ ഇതില് നമ്മള് ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് ലിസ്റ്റ് തരും. നമുക്ക് ഓൾറെഡി എന്തൊക്കെ സാധനം കൊണ്ടുവരണം എന്നുള്ള ലിസ്റ്റൊക്കെ തരും നമുക്ക്. അപ്പൊ നമുക്ക് ഓരോ സാധനങ്ങളായിട്ട് ഞങ്ങൾ പറഞ്ഞു തരാം. ഇവിടുത്തെ റൂൾ അനുസരിച്ച് ഫസ്റ്റ് ഇമ്പോർട്ടൻസ് നമ്മുടെ ഡോക്യുമെന്റ്സ് ആണ്. അപ്പൊ ഞാൻ ആദ്യം ഡോക്യുമെന്റ്സ് ഞാനൊരു ഫയലാക്കി ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. കാരണം ഇത് നമ്മൾ ക്ലിനിക്കിലായിരുന്നു ആദ്യം കാണിച്ചിരുന്നത്, പിന്നെ ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യാൻ ലാസ്റ്റ് ഒരു 34 വീക്സിലാണ് റെഫർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഡോക്യുമെന്റ്സ് ഒക്കെ വേണം. ഡോക്യുമെന്റ്സ് നമുക്ക് വേണ്ടത് ഹോസ്പിറ്റൽ ഫയൽസ് മൊത്തം വേണം. അതായത് നമ്മളെ പ്രീവിയസ് ആയിട്ടുള്ള എല്ലാ മെഡിക്കൽ റെക്കോർഡ്സും വേണം. അതെ, തുടക്കം മുതലുള്ളത്. പിന്നെ ഇതല്ലാണ്ട് നമ്മൾ എന്തെങ്കിലും ഹെൽത്ത് കണ്ടീഷനിലൂടെ പോണ ആൾക്കാരാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും ട്രീറ്റ്മെന്റ്സ് മുമ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡോക്യുമെന്റ്സും അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ വേണം. പിന്നെ പേഷ്യന്റിന്റെയും അതുപോലെ സ്പൗസിന്റെയും എമിറേറ്റ്സ് ID, പാസ്പോർട്ട്, വിസ, അങ്ങനത്തെ സംഭവങ്ങള്. പിന്നെ മാരേജ് സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്ത് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന രീതിയിൽ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇതാ ഇവിടെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. കാരണം ആ നേരത്ത് ഓർഡറിന്റെ എടുക്കേണ്ടതൊക്കെ അങ്ങനെയുണ്ട് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതാണ് ഡോക്യുമെന്റ്സിൽ വരുന്നത്. ഫസ്റ്റ് ഡോക്യുമെന്റ്സ് ആണ്. ഇത് ഹോസ്പിറ്റലിലുള്ള കാര്യം മാത്രമേ, അതായത് ഹോസ്പിറ്റലുകാർ തന്ന ലിസ്റ്റ് മാത്രമാണ് ഞാൻ ഇപ്പൊ പറയുന്നത്. ഓരോ ഹോസ്പിറ്റലും ഡിഫറെന്റ് ആയിരിക്കും. ആ ടൈം ആവുമ്പോൾ അവര് ലിസ്റ്റ് ഔട്ട് ചെയ്യും. പക്ഷെ ഈ ഡോക്യുമെന്റ്സ് എല്ലാ ഹോസ്പിറ്റലും സെയിം ആണ്. ഫസ്റ്റ് ഞാൻ ജസ്റ്റ് ഒക്കെ പാക്ക് ചെയ്ത് വെച്ചോണ്ടാണ് ഞാൻ ഓരോ ബാഗ് എടുക്കുന്നത്. ഞാൻ ഇപ്പൊ ടോയ്ലറ്ററീസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ചിരിക്കുകയാണ്. ഞാൻ ലിസ്റ്റ് പ്രകാരം പോവാത്തെന്ന് വെച്ചാൽ ലിസ്റ്റ് ഞാൻ അവിടെയും ഇവിടെ ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഈ ബാഗ് ഇത് ഏട്ടന്റെ ഡ്രസ്സുകളാണ്. ഏട്ടന്റെ ഡ്രസ്സ് ഞാൻ എടുത്തിപ്പോ റൂമിൽ യൂസ് ചെയ്യാനുള്ളതും പിന്നെ എൻ്റെ ഇന്നേഴ്സ് അങ്ങനെയുള്ള സാധനങ്ങളാണ്. പുറത്തേക്ക് എമർജൻസി ഉള്ളത് അത് പിന്നെ നമ്മൾ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ എടുക്കുക, അത്രേ ഉള്ളൂ. പിന്നെ ഞാനൊരു മറ്റേ ഇൻഫ്ലാറ്റബിൾ ആയിട്ടുള്ളൊരു പില്ലോന്റെ ഒരു ഇത് വെക്കുന്നുണ്ട്. അത് വേറെ നല്ല, ഞങ്ങൾക്ക് എപ്പോഴും എക്സ്ട്രാ പില്ലോന്റെ ഒരു അസുഖമുള്ളതുകൊണ്ട് ഇപ്പൊ തന്നെ ഞങ്ങൾ 1, 2, 3 വലിയ പില്ലോ ഉണ്ട്, ചെറിയൊരു കുഷിയുണ്ട്, അപ്പുറത്ത് വേറെ കുഷിയുണ്ട്. ഇതൊക്കെ എപ്പോഴും വെട്ടി കാണും. അപ്പൊ അതിനൊരു പ്രശ്നമുള്ളതുകൊണ്ട് ഒരെണ്ണം വെച്ചിട്ടുണ്ട് ഞാനത്. പിന്നെ വീർപ്പിക്കുന്ന കുഴപ്പമില്ലല്ലോ. അപ്പൊ അത് എയർ പൊക്കിയിട്ട് ഞാൻ ഇതിൽ വെച്ചിട്ടുണ്ട്. ഇതില് പിന്നെ വേറെ ഒന്നുമില്ല. ഇത് ഏട്ടന്റെ ബാഗാണ്. പിന്നെ അടുത്തത് ഇത് എന്റെ ബാഗാണ്. ഇതില് നമ്മള് പാൻറ്റീസ്, നിങ്ങള് ഒരു കാര്യമുണ്ട്, നമ്മള് അറിയാം പ്രഗ്നന്റ് ആയിട്ടുള്ളവർക്കറിയാം. ഞാൻ കുറെ മറ്റേ മെറ്റേണിറ്റി ബ്രാ മേടിച്ചു ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങില്. അത് ഇപ്പൊ കൊള്ളാണ്ടായി. പിന്നെ നമ്മള് എന്താ പറയാ, നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യണ ബ്രാ മേടിക്കാൻ ഏറ്റവും നല്ലത് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. ഇനി ഇത് കഴിഞ്ഞ് ഫീഡിങ് ടൈമിൽ എങ്ങനെയായിരിക്കും അറിയില്ല. അപ്പൊ അങ്ങനത്തെ ബ്രാ ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ. ഫീഡിങ് ബ്രാ ഒരു 2 എണ്ണം, മറ്റേത് ഞാൻ നോർമലാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അത് ഓരോരുത്തരുടെ പ്രിഫറൻസ് അനുസരിച്ച്. പിന്നെ പാൻറ്റീസ് ഒക്കെ നല്ല വലിപ്പമുള്ള
ലൂസ് മറ്റേ എന്താ പറയാ മെറ്റേണിറ്റി പാൻറ്റീസ് പോലത്തെ ടൈപ്പ് മേടിക്കാൻ കിട്ടും, നമുക്ക് കുറച്ചുകൂടി ഫ്രീ ആയിട്ട് ഇടാൻ പറ്റണേ. അങ്ങനത്തെ ഉണ്ട് വെച്ചാല് അങ്ങനത്തെ മേടിക്കുക. അത് മേടിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ സോക്സ് വെച്ചിട്ടുണ്ട്. നല്ല തണുപ്പ് ആണ് ഇവിടെ, കാരണം ഇപ്പൊ ഡിസംബർ ആണ്. ഇനി ജനുവരി ഫസ്റ്റ് വീക്ക് ആവുമ്പത്തേക്കിന് ആണെന്നാ പറഞ്ഞത് ഡോക്ടർ, അല്ലെങ്കിൽ അതിന്റെ മുമ്പായിട്ട് ഡിസംബർ 20 to ജനുവരി ഒരു 10th ഉള്ളിൽ എന്നപ്പൊ പറഞ്ഞിട്ടുള്ള ഡേറ്റ്. അപ്പൊ നമ്മൾ ഇപ്പോഴേ നല്ല തണുപ്പ് തുടങ്ങിയിട്ടുണ്ട് ഇവിടെ. അപ്പൊ നമ്മൾ ആ സമയമാകുമ്പോഴത്തേന് എന്താ അറിയില്ല. പിന്നെ അല്ലെങ്കിൽ എനിക്ക് സോക്സ് ഇടാണ്ടപ്പോ കിടന്നുറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. കാല് മാത്രം തണുക്കണം, അത് എന്താ സുഖാന്ന് എനിക്കറിഞ്ഞൂടാ. അപ്പൊ അതങ്ങനെ. അപ്പൊ ഞാൻ അത് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ബാത്ത് ടവല് വെച്ചിട്ടുണ്ട്, നമുക്ക് സ്പെയർ ആയിട്ട് വെച്ചിരിക്കുകയാണ് ഞാൻ അത്. പിന്നെ അതുപോലെ തന്നെ നൈറ്റ് ഗൗൺസ് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ നാട്ടിൽ നിന്ന് മേടിച്ച നൈറ്റ് ഗൗൺസ് ആണ്. അപ്പൊ കഴിച്ച അപ്പൊ ഇത് എന്റെ ബാഗാണ്. പിന്നെ നമ്മൾ പിന്നെ ഒരു ഫ്ലാസ്ക് എടുത്തു വെച്ചിട്ടുണ്ട്. ആ ഫ്ലാസ്ക് ഇടയ്ക്ക് ചൂടുവെള്ളം കുടിക്കുകയും ചെയ്യും, അതേപോലെ ചായ മെഷീൻ ഉണ്ട്. അപ്പൊ എന്താ കുഴപ്പമില്ല, എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ചായ കുടിക്കുന്നത്. അപ്പൊ ചായ അതൊക്കെ ഇതെല്ലാം എല്ലാ ഭർത്താക്കന്മാരും അറിഞ്ഞിരിക്കണം. കാരണം എന്താ വെച്ചാൽ ഇവര് നമ്മുടെ ലേബർ റൂമിൽ കയറി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് മുമ്പ് ഇതൊക്കെ എടുത്തു കൊടുക്കേണ്ടത് നമ്മളാണ്. അപ്പൊ കറക്റ്റ് ആയിട്ട് എല്ലാ ഡീറ്റെയിൽസും നമ്മൾ അറിഞ്ഞിരിക്കണം. അതെ, ഇനിയിപ്പോ നാട്ടിൽ നിന്ന് അമ്മമാര് വരുന്ന സമയമായപ്പോലും അവരുടെ മാത്രം ഡ്യൂട്ടീസ് അല്ല ഇത് ഒരിക്കലും. കാരണം അമ്മമാരൊക്കെ ഡെലിവറി കഴിഞ്ഞ് ഡ്യൂട്ടീസ് നമുക്കുണ്ട്, അതുപോലെ സപ്പോർട്ട് ചെയ്യണം നമ്മളാണ് ചെയ്യേണ്ടത്. അതെ, അതുപോലെ വാവേന്റെ സാധനങ്ങളൊക്കെ നിങ്ങളും അറിഞ്ഞിരിക്കണം. ഇപ്പൊ ഇതില് പൊട്ടിരിക്ക് ചേട്ടന് അറിയാത്ത ഒന്നുമില്ല, ഒരു സാധനവും ഇല്ല. കാരണം ഞങ്ങൾ രണ്ടാളും ഒന്നിച്ചാണ് ഡിസ്കസ് ചെയ്ത് ഓൺലൈനിൽ വീഡിയോസ് കണ്ട് നമ്മൾ എന്ത് ചെയ്തത്, സാധനങ്ങൾ ഓരോന്നോരോന്ന് സെലക്ട് ചെയ്ത്. അതെ, ഏട്ടനും കുറെ കാര്യങ്ങളൊക്കെ അറിയാം. പിന്നെ ഞങ്ങൾ രണ്ടാളും പാരന്റിങ്ങിൽ പുതിയതാണ്. ഇത്രയും കാലം ഞങ്ങൾ രണ്ടെണ്ണം മാത്രം ഇങ്ങനെ സ്വിച്ച് നടന്ന്, ഇനിയിപ്പോ ഒരാൾ കൂടി വരുന്നു, അതിന് പേടിയൊന്നുമില്ല. എല്ലാരും എന്താ പറയാ, രണ്ടുപേരും എന്താ നമ്മള് ആകാംക്ഷയോട് കാത്തിരിക്കുകയാണ്. അതെ, പിന്നെ പാരന്റിങ്ങില് പുതിയതായോണ്ട് തന്നെ നമുക്ക് അറിയില്ല. ഇപ്പൊ നമ്മള് പറയില്ലേ ഭാര്യമാര് അവര് ചെയ്തോളൂന്ന് വിചാരിക്കില്ല, അവരും ഇതൊക്കെ പഠിച്ച ആദ്യം തൊട്ട് പഠിച്ചുണ്ടാക്കിട്ട് വേണം. 199% സാധനങ്ങൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാട്ടാ. അത് സെപ്പറേറ്റ് പറഞ്ഞാൽ എങ്ങനെയാണ് ഇവിടെ എത്തിയതൊന്നും എങ്ങനെയാണ് അവള് പർച്ചേസ് ചെയ്തത്, ഞങ്ങൾ നാട്ടിൽ പോയിട്ടൊന്നുമില്ല. അതെ, നമ്മളിപ്പോ സാധനങ്ങളൊക്കെ അങ്ങനെ മേടിച്ച് സെറ്റ് ചെയ്തതാണ്. പിന്നെ ഇപ്പൊ തന്നെ സ്റ്റാർട്ടിങ് തന്നെ ഭാര്യയും ഭർത്താവും കൂടി ഒന്നിച്ച് ഈ കാര്യങ്ങൾ പഠിക്കാന്നല്ല, അപ്പൊ രണ്ടാൾക്കും ഒരേ അതെ. ഭാര്യമാരുടെ മാത്രം ഉത്തരവാദിത്വം ഒരിക്കലും നമ്മൾ ചിന്തിക്കാൻ പാടില്ല. അപ്പൊ നമ്മൾ എന്താ പറയാ, ഫുൾ എനർജി ആയിട്ട് ചെയ്യണം. യെസ്. പിന്നെ ഞാൻ കുറച്ച് കവർ, പിന്നെ ഇതില് നമ്മള് എക്സ്ട്രാ കുറച്ച് കവറുകളും, ഞാൻ പിന്നെ സിപ്പ് ബാഗ് ഉണ്ടല്ലോ നമ്മുടെ സിപ്പ് ബാഗ്സ് കുറച്ച് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. കവറ് ഇതൊക്കെ ഓപ്ഷനിലാണ്. ഇപ്പൊ നാട്ടിലൊക്കെ ഈ പേപ്പറും സാധനങ്ങളൊക്കെ വെക്കും ആൾക്കാര്. ഇത് ഞാൻ ജസ്റ്റ് നമുക്കൊരു സേഫ്റ്റിക്ക് വേണ്ടിട്ട് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാലോ എന്ന് കരുതി മാത്രം വെക്കണതാണ്. പിന്നെ നെക്സ്റ്റ് ഇതിപ്പോ ഞാന് ഫുള്ള് കൊണ്ടുപോകാനുള്ള അല്ല, കുറച്ച് സാധനങ്ങൾ നമ്മള് പാക്ക് ചെയ്തപ്പോ ഇതിൽ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ അത് മാറ്റിയിട്ട് വെക്കണം. അങ്ങനെ പാമ്പേഴ്സ് ഒക്കെ നമ്മള് കുറച്ച് ഇതാക്കി വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മള് വാവയുടെ സാധനങ്ങൾ, ഈ സൈഡ് ഫുള്ള് ഞങ്ങളുടെ സാധനങ്ങള്, അങ്ങനെ അതെ രണ്ടാളുടെ സാധനങ്ങള്, ഹുഡി അങ്ങനെയുള്ളതൊക്കെയാണ്. ഞാൻ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. ഈ സൈഡിൽ ഫുള്ള് വാവയ്ക്കുള്ളത് അങ്ങനെയായിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ ഏട്ടനും അത് എടുക്കാനും എളുപ്പമായിരിക്കും പറഞ്ഞിട്ട് അങ്ങനെ വെച്ചാണ്. സോറി, വാവേന്റെ മാത്രം ഇടയ്ക്ക് ഇന്ത്യയിലെ 2-3 സാധനങ്ങൾ അതവിടെ കൊള്ളാത്തോണ്ട് കുറച്ചതാണ്. കാരണം നമ്മളൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കണമെങ്കിൽ നമ്മൾ ഇങ്ങനെയാണ് വിചാരിക്കണത്. പിന്നെ വാവയുടെ നമ്മൾ 2 കവറായിട്ടാണ് വെക്കണത്. ഇത് റിസീവിങ് സെറ്റ് എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ട് വെച്ചിരിക്കുകയാണ്. ഇതിൽ നമ്മൾ വാവേന്റെ ഒരു ഫുൾ കവറുള്ള, ഇവിടെ നമുക്ക് ഫുൾ കവറിങ് ഉള്ള ഡ്രസ്സാണ് വേണ്ടത്. കാരണം വേറൊന്നുമല്ല, നല്ല തണുപ്പുമാണ്. പിന്നെ ഇവിടുത്തെ ഹോസ്പിറ്റലിൽ നിന്ന് നമ്മളോട് അങ്ങനെ പറയാം. ഇത് നമ്മൾ വാഷ് ചെയ്ത് അയൺ ചെയ്ത് വെച്ചിരിക്കണം. അതുകൊണ്ട് ഞാൻ എല്ലാതും ഒന്നും തുറന്ന് കാണിച്ചു തരുന്നില്ല. എന്നാലും നമ്മൾ ഇത് കാണിച്ചിരുന്നത് നമ്മളൊരു വൈറ്റ് ഫുൾ കവറുള്ള ഒരു ഡ്രസ്സാണ്. ഇതാകെ ചുളിഞ്ഞു നമ്മൾ അയൺ ചെയ്യണത്. കാരണം നമ്മൾ അയൺ ചെയ്ത് വെച്ചതാണെന്ന് നമ്മൾ ഈ എയർ പൂക്കിയിട്ട് വെച്ചപ്പോൾ ഇതായത് തോന്നുന്നുണ്ടത്. പിന്നെ
പെട്ടിയിലേക്ക് എടുത്ത് വെച്ചതിൻ്റെ ആ ഒരു ഇതിൽ കുറച്ചൊരു ഇതായിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും കൂടെ അയൺ ചെയ്യണം. പിന്നെ നമ്മളൊരു സ്വാഡറിൽ വെച്ചിട്ടുണ്ട്. സ്വാഡറിൻ്റെയും ഒരു മസ്ലിൻ ക്ലോത്ത് ആണത്, അങ്ങനെ വെച്ചിട്ടുണ്ട്. പോരാത്തതിന് പിന്നെ ഒരു ബ്ലാങ്കറ്റ് വെച്ചിട്ടുണ്ട്. നമ്മൾ ക്യാപ്പ് വരുന്ന ടൈപ്പ് ഒരു ബ്ലാങ്കറ്റ് വെച്ചിട്ടുണ്ട്. പിന്നെ നോർമൽ ക്യാപ്പ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ മിറ്റൻസും സോക്സും വെച്ചിട്ടുണ്ട് നമ്മുടെ കുട്ടിക്കുള്ള. അപ്പോൾ ഇതാണ് എന്ത് നമ്മുടെ റിസീവിങ് സെറ്റ്. ഇത് ഞാനൊരു സെറ്റ് ആക്കിയിട്ട് വെച്ചിരിക്കുകയാണ്. ഇതിപ്പോൾ ലാസ്റ്റാണ് ഇത് പാക്ക് ചെയ്തതാണ് ഇങ്ങനെ ഇരിക്കണത്. കാരണം നമ്മളിങ്ങനെ എയർ പൂക്കുമ്പോഴാണ് ഇത് ഈ ഒരു അവസ്ഥയിലായി മാറണത്. നെക്സ്റ്റ് വേറെ കവറ് വാവയ്ക്കുള്ളത് കവറല്ല, ബാഗ്. ഈ ബാഗും വാവയുടെയാണ്. അപ്പം ഇതിൽ നമ്മൾ ഒരു ബ്ലാങ്കറ്റും കൂടി സെയിം ക്യാപ്പ് ഉള്ളതിന്റെ നമ്മളിപ്പോ ഇത് നമ്മള് മറ്റത് മാത്രല്ല എല്ലാം സ്പെയർ വെക്കാം. അതെ, നമ്മള് ഇങ്ങനെ പറയുന്നത് ഇപ്പൊ നമ്മുടെ നോർമൽ എന്നാ പറഞ്ഞിട്ടില്ല ഇതുവരെ, നമുക്ക് എന്താ അറിയില്ലല്ലോ. അപ്പൊ നോർമല് അതെ നമ്മള് നോർമൽ ആണെങ്കിൽ 2 days അല്ലെങ്കിൽ 4 days അതാണ് കണക്ക്. അതായത് 2 nights 1 day അങ്ങനെ. മറ്റത് 4 nights 3 days അങ്ങനെയാണ് വരുന്നത്. അപ്പൊ നമ്മളെപ്പോഴും സ്പെയർ കൈ പിടിക്കുകയാണ് ഏറ്റവും നല്ലത്. അപ്പൊ ഞാൻ ക്യാപ്പ് ഉള്ളത് ഒരു 2 എണ്ണം വെച്ചിട്ടുണ്ട്. ഒന്ന് റിസീവിങ്ങിന്റെ സെറ്റിൽ വെച്ചിട്ടുണ്ട്, ഒന്ന് ഇതിൽ വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ സെറ്റ് ആക്കിയെന്നുള്ളൂ. ഇത് ഫുള്ള് അവർ ചോദിച്ചിട്ടൊന്നുമില്ല, അവരാകെ ഡ്രസ്സ് പുറത്ത് ചോദിച്ചിട്ടുണ്ട്. അത് നമ്മളോട് വെക്കാനാ പറഞ്ഞിട്ടുള്ളത്, അഡീഷണൽ കയ്യിൽ വെക്കാനാ പറഞ്ഞിട്ടുള്ളത്. അല്ലാണ്ട് സ്റ്റാർട്ടിങ്ങിൽ റിസീവിങ്ങിന് ഡ്രസ് വേണമെന്നൊന്നും അവർ ആരും പറഞ്ഞിട്ടില്ല. അപ്പൊ നമ്മള് ഇത് നമ്മുടെ നെക്സ്റ്റ് ഒരു ബ്ലാങ്കറ്റ് ആണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ക്ലോത്ത് ആണത്. ക്യാപ്പ് വരുന്ന ടൈപ്പ്. ക്യാപ്പ് വരുന്നപ്പോ 2 എണ്ണം ഉണ്ട് നമ്മുടെ അടുത്ത്. പിന്നെ നമ്മള് വേറെ കുറച്ചുകൂടെ ഇപ്പൊ പറഞ്ഞ പോലുള്ള റോംബേഴ്സ് ഫുൾ കവർ ചെയ്യുന്നതിന് നമ്മൾ റോംബേഴ്സ് എന്നാ പറയാ. അപ്പൊ അത് കുറച്ചൊരു 3 എണ്ണം എക്സ്ട്രാ വെച്ചിട്ടുണ്ട്. പിന്നെ 1 ഒരു 2 എണ്ണം, 2 1 വെച്ചിട്ടുണ്ട്. 1 അറിയാലോ, 1 നമ്മൾ ഈ താഴ്ഭാഗം ഇങ്ങനെ വരുന്ന ടൈപ്പാണ് 1 അപ്പോ അതൊരു 2 എണ്ണം നമ്മൾ വെച്ചിട്ടുണ്ട് ഇതില്. ഇത് നമ്മളിപ്പോ ഇത്രയും നല്ല ഡ്രസ്സൊക്കെ വേണം വയ്ക്കും, നമ്മള് ജസ്റ്റ് കൈ പിടിക്കണമെന്നുള്ളൂ. എന്തായാലും സ്ഥലം കൊണ്ട് വെട്ടിയിട്ട് സത്യം പറഞ്ഞ അതാണ്. അപ്പൊ ഇന്ന് നമ്മളൊന്ന് കുറവ് വേണ്ടല്ലോ. പിന്നെ കുറച്ച് സോക്സുകൾ വെച്ചിട്ടുണ്ട്. സോക്സ്, കൈമണ്ണ, മിറ്റൻസ്, ക്യാപ്സ് ഒക്കെ നമ്മൾ ഞാൻ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മള് ഇത് എന്താ ഇത് സോൾഡറിങ് ക്ലോത്ത് ആണ്, മസ്ലിൻ ക്ലോത്ത്സ്. ഇത് നമുക്ക് ഈ ഒരു സാധനത്തിന്റെ ഗുണത് ലവ്ലാപ്പിന്റെ ആണ്. ലവ്ലാപ്പിന്റെ എത്ര എണ്ണം മേടിച്ചു നമ്മളന്ന്? 6 എണ്ണം മേടിച്ച്. 6 എണ്ണമാണ് നമ്മൾ മേടിച്ചിട്ടുള്ള ലവ്ലാപ്പിന്റെ. നാട്ടിൽ നിന്ന് മേടിച്ചതാണ്. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ക്ലോത്ത് ആണ്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് സോൾട്ടിൽ ഉപയോഗിക്കുക, നമുക്ക് എന്താ പറയാ ഫീഡ് ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കാം. അപ്പൊ അതിന് കുട്ടികൾക്ക് ബ്ലാങ്കറ്റ് ആയിട്ട് യൂസ് ചെയ്യാം, കുട്ടികൾക്ക് ടവലായിട്ട് യൂസ് ചെയ്യാം, ബാത്ത് ടവലായിട്ട് യൂസ് ചെയ്യാം, എല്ലാത്തിനും പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ അതൊരു 2 എണ്ണം കൂടെ വെച്ചിട്ടുണ്ട്. 1 എണ്ണം ഓൾറെഡി റിസീവിങ്ങിന്റെ പാക്കിലുണ്ട്, പിന്നെ 2 എണ്ണം കൂടെ ഉണ്ട്. പിന്നെ ഇതെന്ന് പറയുന്നത് ഫേസ് ടവലാണ്. ഫേസ് ടവൽ 7 എണ്ണം വെച്ച് 7 എണ്ണം ഞാൻ അതിനകത്ത് വെച്ചിട്ടുണ്ട്. അതെ, ഫേസ് ടവൽ വാവയുടെ ഫേസ് ടവലുകളാണ്. ഇത് നമ്മൾ അയൺ ചെയ്ത് നേരെ വാഷ് ചെയ്ത് അയൺ ചെയ്ത് ഉണക്കി ഒക്കെ സെറ്റാക്കി വെച്ചിരിക്കുന്നതാണ്. ഇതൊക്കെ നല്ല നല്ല ക്യൂട്ടായിട്ടുള്ള പ്രിന്റ്സ് ഒക്കെ ഉള്ള. ഇതും ലവ്ലാപ്പിന്റെ. അതെ, ഇതൊക്കെ മുസ്ലിം ക്ലോത്ത്സ് ആണ്. അപ്പൊ നിങ്ങൾ അങ്ങനെ സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് കിട്ടും. ഇങ്ങനെ മുസ്ലിം ക്ലോത്ത്സിന്റെ ലവ്ലാപ്പിന്റെ ഇത് കിട്ടും. നമ്മൾ ഇത് വെച്ചിട്ടുള്ളത് വൈപ്സ് വെച്ചിട്ടുണ്ട്. വൈപ്സ് 2 വൈപ്സ് വെച്ചിട്ടുണ്ട്. അതെ, നമുക്കുള്ള ഒരു വൈപ്സ്. ഇത് നമ്മൾ ഇവിടെ നിന്നൊക്കെ കിട്ടുന്ന ടൈപ്പ് വൈപ്സ് ആണ്. നമ്മളിവിടെ എവറിഡേ അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ പോകുമ്പോൾ നമ്മൾ മേടിക്കുന്നത്. ഞങ്ങളുടെ അടുത്ത് ഇവിടെ 2-3 പാക്കറ്റ് ഉണ്ട്. അപ്പൊ അതിലൊരു പാക്കറ്റ് വരും. അത് ഞങ്ങൾക്ക് ആവശ്യമില്ലല്ല. ഹിമാലയയുടെ നല്ല വൈപ്സ് വേറെ മേടിച്ചിട്ടുണ്ട്. അതെ, ബേബി വൈപ്സ് നമ്മള് മേടിച്ചിട്ടുണ്ട്. ഹിമാലയന്റെ മേടിച്ചിട്ടുണ്ട്. ഞാന് മറ്റേ ഈ വാക്യൂം ചെയ്ത് വെച്ചതാണ്. ഇത് നമ്മുടെ മറ്റേ ബെഡാണ്, റിസീവിംഗ് ബെഡ്. ഓലെ കുട്ടീനെ അങ്ങനെ പൊതിയില്ലേ മറ്റേ ആ സാധനം. അപ്പൊ ഇത് ഞാൻ ഇപ്പൊ അത് ഓപ്പൺ ചെയ്യില്ല, ഞാനത് അങ്ങനെയും മടക്കി വെച്ചിരിക്കാൻ. കാരണം ഇത് പിടിക്കുവായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം അതെ, നമ്മള് മറ്റേ 2 in 1 3 in 1 അങ്ങനെ എന്തോ പറയല്ലോ, ആ സാധനമാണത്.
അതായത് ഒരു ഞാൻ ഫോട്ടോ പറ്റിച്ചതിൽ ആഡ് ചെയ്യാം. മറ്റേ അങ്ങനെ ഒരു ഷേപ്പ് വന്നിട്ട് ഒരു ബാഗ് പോലെ, ബാഗ് പോലെയാണ് ഇത്. പിന്നെ അടുത്തത് ഇത് വാവയുടെ പാമ്പേഴ്സ് ആണ്. കുറച്ച് അധികം വെച്ചിട്ടുണ്ട്, കാരണം അവിടെ ആവശ്യം വരും, അതുകൊണ്ട് ഞങ്ങൾ അധികം വെച്ചിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടും, അത് കൂടാതെ നമ്മൾ അഡീഷണൽ വെച്ചതാണ്. നമ്മള് ഒരു ഇതിനു വേണ്ടി വെച്ചത് ന്യൂ ബോൺ ബേബി സൈസ് ആണ്, നാട്ടിൽ നിന്ന് മേടിച്ചാട്ടോ. പാമ്പേഴ്സ് തന്നെ നാട്ടിൽ നിന്ന് മേടിച്ചാണ്. എല്ലാ ലാഭമാണ് നാട്ടിൽ നിന്ന് മേടിച്ചത്. ഇവിടെ എല്ലാ സാധനവും നാട്ടിൽ നിന്ന് മേടിക്കും. അതെ. പിന്നെ ഇതെന്ന് പറയുന്നത് എന്റെ മെറ്റേണിറ്റി പാഡാണ്. അത് 360 വരുന്നത്. എന്താ ഇതാണ് നമ്മുടെ ആ പാഡ് വരുന്നത് 360 ഡിഗ്രി. ഇത് പീരിയഡ് പാൻറ്റീസ് ആണ് ആക്ച്വലി. പക്ഷെ ഞാനിപ്പോ കുറെ പേരുടെ വീഡിയോസ് കണ്ടപ്പോ ഇതില് അൾട്രാ അബ്സോർബൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വേർഷൻ ഉണ്ട്. അതാണ് കുറച്ചും കൂടെ നല്ലതെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ മേടിച്ചാണ്. ഇത് 360 ഡിഗ്രി വരുന്ന ഒരു പാഡാണ്. ഇതിങ്ങനെ നമുക്ക് പാക്കറ്റ് ആയിരിക്കും ഉള്ളിൽ വരിക, സെപ്പറേറ്റ് പാക്കറ്റ്. അപ്പൊ ഞങ്ങളത് കുറച്ച് പാക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് അഫോർഡബിൾ, നല്ല അഫോർഡബിൾ ആണ് ഈ സാധനം. പിന്നെ 360 ഡിഗ്രി ആന്റി ലീക്കേജ് പ്രൊട്ടക്ഷൻ ഉണ്ട്. അങ്ങനെയൊക്കെ ആയിട്ട് ഒരു പാക്കറ്റില് 10 എണ്ണൊക്കെ വരുന്നത് അങ്ങനത്തെ കിട്ടും. അപ്പോൾ ഇത് മേടിച്ചിട്ടുണ്ട്. പോരാത്തതിന് ഇത് എവറീവിന്റെയാണ്, ഞാൻ ആ പേര് പെട്ടെന്ന് വായിൽ വരാത്തോണ്ടാട്ടോ. പിന്നെ നമ്മൾ ന്യൂ മോംസിന്റെ സെപ്പറേറ്റ് മേടിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ മെയിൻ ആയിട്ട് 5 എണ്ണം ഉള്ളു ഒരു പാക്കറ്റില്. പക്ഷെ ഇത് കാരണം ഓൾറെഡി പീരിയഡ് ടൈമിലൊക്കെ ഇത് മെറ്റേണിറ്റി പാഡ് തന്നെയാണ് വരുന്നത്. ഇത് മാത്രമാണ് പീരിയഡ് പാൻറ്റീസ് വരുന്നത്. ഇനിയിപ്പോ ഇത് ഉപയോഗം ഇല്ലെങ്കിൽ എനിക്ക് ഇത് കഴിഞ്ഞിട്ട് യൂസ് ചെയ്യാൻ അപ്പൊ അതുകൊണ്ട് നമുക്ക് നഷ്ടമില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇത് മേടിച്ചിരിക്കുന്നത്. അപ്പൊ ഗൈസ് ഇതാണ് നമ്മുടെ, അതെ ഇതാണ് നമ്മുടെ മെറ്റേണിറ്റി പാഡ്. പോവാൻ വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗിലാണ്. യെസ്. അപ്പൊ ഇതിൽ ഇനിയിപ്പോ വേറെ ഒന്നും വെക്കാനൊന്നും ഇല്ല. ഇത് കുറെ സാധനം ഒഴിവാക്കാനുള്ളൂ. അതായത് ഇപ്പൊ ഞാൻ ഈ മെറ്റേണിറ്റി പാഡ് 2 പാക്കറ്റൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്തിനാ ഞാൻ ഇത് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചത് നിൽക്കാൻ ഓർമ്മയില്ല. അത് അപ്പൊ ഞാൻ ചിലപ്പോ ഇനി ഡേയ്സ് അല്ല, ഇത് ഞാൻ എടുക്കാൻ എളുപ്പത്തിന് ഒരു പാക്കറ്റിൽ 2 എണ്ണോ അങ്ങനെ എന്തോ ആക്കിയിട്ട് വെച്ചിരിക്കുന്നത്. അതാണ് കുറെ പാക്കറ്റ് കാണുന്നത്. അപ്പൊ അത്രേ ഉള്ളൂ നമ്മുടെ മെറ്റേണിറ്റി ബാഗ് പാക്കിംഗ് വീഡിയോ. സിമ്പിൾ ആണ്, വളരെ സിമ്പിൾ ആണ്. യെസ്. ഇതിൽ കുറെ സ്ഥലമുണ്ട്. ഇപ്പൊ ഞാൻ ഇങ്ങനെ ആ സമയത്തേക്ക് നമുക്ക് എന്തെങ്കിലും വേണമെങ്കിൽ വെക്കാം. പിന്നെ ഫുഡും സ്നാക്സും ഒന്നും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല, കാരണം എല്ലാം അവിടെ നിന്ന് കിട്ടും. അവിടെ കൊണ്ടുപോകാനും പറ്റൂല. അതൊരു മുൻകൂട്ടി പറയുകയും ചെയ്തിട്ടുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു വെച്ചാൽ നമ്മൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെൽ ബട്ടൺ അടിച്ചു പൊട്ടിക്കുക. അടുത്ത വീഡിയോ കാണാനായിരിക്കും. ബൈ ബൈ.